അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീൻ ബിറളില്ലാഹി അമ്മാ ബഅദ്. അശ്ശമായിലുൽ മുഹമ്മദിയ ഓൺലൈൻ സീരീസിലെ ബഹുവന്യരായ സത്യവിശ്വാസികളെ, ഇമാം തുർമുദി റഹിമഹുള്ളയുടെ അശ്ശമായിൽ മുഹമ്മദിയ അതിൻ്റെ 7ാമത്തെ ക്ലാസ്സിലാണ് നാം ഉള്ളത്. അള്ളാഹു ഇത് നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. മഹാനായ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൂടുതൽ ഇഷ്ടം വെക്കുവാനും അതിലൂടെ പ്രവാചകരെ സാധ്യമാകുന്ന രൂപത്തിൽ നമുക്ക് കാണുവാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. മഹാനായ അനസ് റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിലെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നുബുവത്തുമായി ബന്ധപ്പെട്ട ചർച്ചയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നാം ചെയ്തത്. തുടർന്ന് അനസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഫ അഖാമ ബി മക്ക 10 സിനീന. മക്കയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 10 വർഷം താമസിച്ചു. പ്രവാചകത്വത്തിന് ശേഷം 10 വർഷം താമസിച്ചു. എന്നിട്ട് തുടർന്ന് പറയുന്നുണ്ട് മദീനയിലേക്ക് പോയി എന്ന്. എന്താണ് ഇങ്ങനെ പറഞ്ഞത്? 40-ാം വയസ്സിൽ നുബൂവത്ത് കിട്ടിയെന്നും 13 വർഷം മക്കയിൽ താമസിച്ച് 53-ാം വയസ്സിൽ ഹിജറ പോയി, പിന്നെ 10 വർഷം മദീനയിൽ താമസിച്ച് 63-ാം വയസ്സിൽ വഫാത്തായി. ഇതാണല്ലോ നാം കേട്ട് വന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞതോ, ഈ ഹദീസിൽ പറയുന്നത് 10 വർഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ താമസിച്ചു എന്നാണ്. മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നുണ്ട്, ഇന്നൽ ഉലമാ മുത്തഫിഖൂന അലാ അന്ന നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഖാമ ബി മക്ക ബഅദ നുബുവത്തി വ ഖബല ഹിജ്റത്തി 13 സന. പണ്ഡിതന്മാരെല്ലാവരും ഇത്തിഫാക്കാണ്, ഏകാഭിപ്രായക്കാരാണ്. ഒരു ഭിന്നത, കാര്യമായൊരു ഭിന്നതയൊന്നുമില്ല. ഏത് വിഷയത്തിൽ? നുബുവത്തിന് ശേഷം ഹിജറക്ക് മുമ്പായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ താമസിച്ചത് 13 സന, 13 വർഷമാണ്. അപ്പോൾ എന്താണ് ഈ 10 വർഷം താമസിച്ചു എന്ന് അനസ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത്, അല്ലെങ്കിൽ ഈ ഹദീസിൽ പറഞ്ഞത്? അതുകൊണ്ട് എന്താണ് യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കുന്നത്? ഇതിൻ്റെ ഉത്തരം പറയുന്നതിന് മുമ്പ് പ്രധാനപ്പെട്ട ഒരു ചർച്ച ഇവിടെ പറയൽ അനിവാര്യമാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നാണ് നബിയായത്, എന്നാണ് റസൂലായത്? അതായത് നുബുവത്ത് ലഭിച്ചത് എപ്പോഴാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് റിസാലത്ത് ലഭിച്ചത് എപ്പോഴാണ്? എന്നാണ് നബിയായത് എന്ന് അതിലെ അഭിപ്രായങ്ങളൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ നാം പറയുകയുണ്ടായി. 40-ാമത്തെ വയസ്സിൽ നബിയായി. അപ്പോൾ പിന്നെ കുന്തു നബിയ്യം ബൈന തീനി വൽ മാ എന്നതിൻ്റെ അർത്ഥമോ? അതും കഴിഞ്ഞ ക്ലാസ്സിൽ നാം വിശദീകരിക്കുകയുണ്ടായി. എന്നാൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നുബുവത്തും റിസാലത്തും ഉണ്ടല്ലോ. അതായത് നബിയും റസൂലുമാണല്ലോ. നബിയായവരൊക്കെ, റസൂലായവരൊക്കെ നബിയാണ്. എന്നാൽ നബിയായ എല്ലാവരും റസൂലാകണമെന്നില്ല. അങ്ങനെയാണ് പ്രബലമായ അഭിപ്രായം. അപ്പോൾ അവിടുന്ന് നബിയുമാണ് റസൂലുമാണ്. അതായത് നുബുവത്തുമുണ്ട്, റിസാലത്തുമുണ്ട്. എന്നാൽ നബിയായതും റസൂലായതും 40-ാമത്തെ വയസ്സിലാണ്. എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, നമ്മൾ സാധാരണ പറയും 1.25 ലക്ഷത്തോളം അമ്പിയാക്കളുണ്ട്, 313 മുർസലീങ്ങളുണ്ട്. അപ്പോൾ മഹാനായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നബിയുമാണ്, റസൂലുമാണ്. ഈ നബിയായതും റസൂലായതും ഒരേ സമയത്ത് തന്നെയാണോ, അതോ വേറെ വേറെ സമയങ്ങളിലാണോ? നബിയായപ്പോൾ തന്നെ റസൂലായോ? ഇവിടെ പ്രധാനമായി 2 അഭിപ്രായമാണ് ഉള്ളത്. ഒന്ന്, നബിയായപ്പോൾ തന്നെ റസൂലായി എന്ന് പറഞ്ഞാൽ റസൂലും നബിയുമാകുന്നത് ഒരു ഘട്ടത്തിൽ തന്നെയാണ്. 2ാമത്തെ അഭിപ്രായം, ആദ്യം ലഭിച്ചത് നുബുവത്താണ്, റിസാലത്ത് അപ്പോൾ ഇല്ല, റിസാലത്ത് പിന്നെയാണ്. അപ്പോൾ റിസാലത്ത് പിന്നെയാണെങ്കിൽ അത് എന്നാണ്?
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മഹാനായിരിക്കുന്ന ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഹിറാ ഗുഹയിൽ വന്ന് ഇഖ്റ എന്ന് ഓതിക്കൊടുത്തല്ലോ. അതിലൂടെയാണ് നുബുവത്തിൻ്റെ തുടക്കം. അതായത് രണ്ടാമത്തെ അഭിപ്രായം വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. ഇഖ്റയിലൂടെ, ഒന്നാമത്തെ അഭിപ്രായം അനുസരിച്ച് ഇഖ്റയിലൂടെ നുബുവത്തും കിട്ടി, റിസാലത്തും കിട്ടി, നബിയും റസൂലുമായതൊക്കെ അപ്പോൾ തന്നെ. എന്നാൽ നബിയും റസൂലും രണ്ട് ഘട്ടങ്ങളിലായി ഉണ്ടായതാണ്, രണ്ട് ഘട്ടങ്ങളിലാണ് ആയത് എന്ന് പറഞ്ഞ അഭിപ്രായം അനുസരിച്ച് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്ന് ഇഖ്റ എന്ന് ഓതിക്കൊടുത്തപ്പോൾ അതിലൂടെയാണ് നുബുവത്തിൻ്റെ തുടക്കം. അങ്ങനെ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഇഖ്റ ബിസ്മി ഓതിക്കൊടുത്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് പോയി. ആ സംഭവത്തിന് ശേഷം പിന്നെ വഹയൊന്നും വന്നില്ല. പിന്നെ 3 വർഷത്തിന് ശേഷമാണ് മഹാനായിരിക്കുന്ന ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പിന്നീട് വരുന്നത്. മഹാനായിരിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ അത് ഹദീസിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. സുമ്മ ഫത്തറ അന്നിൽ വഹി ഫത്തറത്തൻ, പിന്നെ എനിക്ക് ഇഖ്റഇന് ശേഷം ഹിറാ ഗുഹയിൽ ആ സംഭവത്തിന് ശേഷം എനിക്ക് വഹി വന്നില്ല. ഫബൈനമാ അന അംശി, അങ്ങനെ ഞാനൊരു ദിവസം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കെ സമയത്ത് സൗത്തം മിന സമാ, അതാ ആകാശത്ത് നിന്നൊരു ശബ്ദം കേൾക്കുന്നു. ഫറഫഅതു ബസ്രി ഖിബ്ല സമാ, ഞാൻ ആകാശത്തിൻ്റെ ഭാഗത്തേക്ക് ഞാൻ എൻ്റെ തലയങ്ങോട്ട് ഉയർത്തി നോക്കി. അപ്പോഴോ ഫഇദൽ മലക്കുല്ലദീ ജാഅനി ബിഹിറാ, അതാ അന്ന് ഹിറാ ഗുഹയിൽ ഞാനിങ്ങനെ ഇരിക്കുന്ന സമയത്ത് എന്നോട് വായിക്ക് എന്ന് പറഞ്ഞു വന്ന ആ മലക്കുണ്ടല്ലോ, ആ മലക്ക് ഇങ്ങനെ ഖായിദുൻ അലൽ കുർസീൻ്റെ മേലിങ്ങനെ ഇരിക്കുന്നു. ബൈനസ്സമാഇ വൽ അർദ്, ആകാശഭൂമികൾക്കിടയിൽ കുർസീൻ്റെ മേൽ ഇങ്ങനെ ആ മലക്ക്, അന്ന് ഞാൻ കണ്ട മലക്ക് ഇങ്ങനെ ഇരിക്കുന്നു. അങ്ങനെ ഞാനാകെ പേടിച്ചു. ഞാൻ എൻ്റെ അഹ്ലുകാരിലേക്ക് ചെന്നു. എന്നിട്ട് എന്നോട് ഞാൻ പുതപ്പിട്ട് മൂടൂ എന്ന് എൻ്റെ കുടുംബത്തിനോട് പോയി, എൻ്റെ വീട്ടുകാരോട് പോയി പറഞ്ഞു. അങ്ങനെ ഫഅൻസലല്ലാഹു യാ അയ്യുഹൽ മുദ്ദസിർ, അപ്പോഴാണ് പിന്നെ യാ അയ്യുഹൽ മുദ്ദസിർ എന്ന ആ സൂറത്തിലെ ഏതാനും ആയത്തുകളുമായി കൊണ്ട് ജിബ്രീൽ വരുന്നത്. ഫതുൽ ബാരിയിൽ പറയുന്നുണ്ട്, ഇന്ന മുദ്ദത്ത ഫതറത്തിൽ വഹി കാനത്ത് സലാസ സിനീന, അതായത് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ആദ്യം ഇഖ്റഉമായി വന്നതിന് ശേഷം പിന്നെ വഹി നിലച്ചു. പിന്നെ എത്ര കാലം കഴിഞ്ഞിട്ടാണ് പിന്നെ അടുത്ത വഹി വരുന്നത്. ഇപ്പോൾ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെ കണ്ടു, അങ്ങനെ യാ യുഹൽ മുദ്ദസിർ ഓതിത്തന്നു എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഇഖ്റഇൻ്റെയും യാ യുഹൽ മുദ്ദസിറിൻ്റെയും ഇടയിൽ വഹി ഉണ്ടായില്ല. ഇവ രണ്ടിൻ്റെയും ഇടയിലുള്ള കാലയളവ് എത്രയാണ്? ഫതുൽ ബാരിയിൽ ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, ഇന്ന മുദ്ദത ഫത്രത്തിൽ വഹി കാനത്ത് സലാസ സിനീന വബിഹി ജസമ ഇബ്നു ഇസ്ഹാഖ്, ചരിത്ര പണ്ഡിതനായിരിക്കുന്ന ഇബ്നു ഇസ്ഹാഖ് റഹിമഹുള്ളവരുടേതടക്കമുള്ള അഭിപ്രായമനുസരിച്ച് 3 വർഷം കഴിഞ്ഞിട്ടാണ് യാ അയ്യുഹൽ മുദ്ദസിർ എന്നത് ഇറങ്ങുന്നത്. അപ്പോൾ നുബുവത്തും റിസാലത്തും 2 സമയത്താണ് എന്ന് പറഞ്ഞവർ പറയുന്നത്. ഇവിടെ ഇഖ്റയിലൂടെ ഇറങ്ങിയത്, ആദ്യം ഇറങ്ങിയ ഇഖ്റ ബിസ്മി റബ്ബിക, അതിലൂടെ നുബുവത്ത് ലഭിച്ചു. മുദ്ദസിറിനോടുകൂടെ, അതായത് യാ അയ്യുഹൽ മുദ്ദസിർ 3 വർഷം കഴിഞ്ഞ് അതിനോടുകൂടെ റിസാലത്തും ലഭിച്ചു. അപ്പോൾ 10 വർഷം മക്കയിൽ താമസിച്ചു എന്ന് അനസ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത്. കാമബി മക്ക 10 സിനീന എന്ന് പറഞ്ഞത് റിസാലത്ത് കിട്ടിയതിന് ശേഷം, അതായത് നുബുവത്ത് കിട്ടി, പിന്നെ 3 വർഷത്തിന് ശേഷമാണ് റിസാലത്ത് കിട്ടിയത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 43 വയസ്സായിട്ടുണ്ടാകും. ആ 43 വയസ്സിൽ റിസാലത്ത് കിട്ടിയതിന് ശേഷം പിന്നെ മക്കയിൽ താമസിച്ചത് 10 വർഷമെന്നാണ് ഇമാം ജമൽ റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് വിശദീകരിക്കുന്നുണ്ട്. 10 വർഷം മക്കയിൽ താമസിച്ചു എന്ന് അനസ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഈ വാക്യത്തിന് ശേഷം ജമൽ റളിയല്ലാഹു തആല അൻഹുവോട് എന്ന് പറയുന്നു, 10 വർഷമെന്ന് പറഞ്ഞത് ഐ ബഅദ മുദ്ദത്തി ഫത്രത്തിൽ വഹി അല്ലത്തി ഫി സലാസി സിനീന ബൈന ഇബ്തിദാഇഹി വബ്തിദാഇ റിസാലത്തി വഹാദാ ഖൗലുൽ ജുംഹൂരി മിൻ അന്ന നുബുവത വറിസാലത ഗൈറ മുതഖാരിനതൈനി, അതായത് 40-ാം വയസ്സിൽ നബിയായി, അപ്പോൾ റസൂലായിട്ടില്ല. യാ യുഹൽ മുദ്ദസിറിനോട് കൂടെയാണ് റിസാലത്ത് കിട്ടുന്നത്. രണ്ടും ഒരുമിച്ചല്ല കിട്ടിയത്. ഇബ്നു ഹജർ അൽ ഹൈതമി റഹിമഹുല്ലാഹ് ഒന്നുകൂടി പറയുന്നു,
ഫക്കാന ഫി ഇഖ്റ നുബുവത്തുഹു വഫിൽ മുദ്ദസിരി റിസാലത്തുഹു. ഇഖ്റയിലുണ്ടായത് നുബുവത്താണ്, മുദ്ദസിറിലുണ്ടായത് റിസാലത്താണ്. അപ്പോൾ നുബുവത്തും റിസാലത്തും രണ്ട് ഘട്ടങ്ങളിലാണ്. ആ നുബുവത്ത് ഉണ്ടായപ്പോൾ റിസാലത്ത് ഉണ്ടായിട്ടില്ല. റിസാലത്ത് കിട്ടിയതിന് ശേഷം 3 വർഷം കഴിഞ്ഞിട്ടാണ്, നുബുവത്ത് കിട്ടിയതിന് ശേഷം 3 വർഷം കഴിഞ്ഞിട്ടാണ് റിസാലത്ത് കിട്ടുന്നത്. അത് 43-ാമത്തെ വയസ്സിലാണ്. അതിനുശേഷം 10 വർഷം മക്കയിൽ താമസിച്ചു എന്നാണ് അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പം 3 വർഷം ഇവിടെ വഹി നിന്നു എന്ന് പറഞ്ഞു. എന്തിനാണ് ഇങ്ങനെ വഹി നിന്നത്? ഫത്തുൽ ബാരിയിൽ ഇബ്നു ഹജറുൽ അസ്ഖലാനി റഹിമഹുല്ലാഹ് അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. വകാന ദാലിക ലിയദ്ഹബ മാ കാന സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വജദഹു മിനർ റൗബ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആദ്യം ജിബ്രീൽ വന്നപ്പോൾ ഉണ്ടായ ചില ഭയങ്ങളും ചില പേടികളൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് പോയി ഒന്നുകൂടി ദഅവത്തിന് പാകപ്പെടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു 3 വർഷത്തിൻ്റെ ഒരു ഇടവേള നൽകിയത്. ഇങ്ങനെ വഹി നിന്നത് വേറെ ഏതെങ്കിലും സമയത്ത് ഇങ്ങനെ വഹി നിന്നിട്ടുണ്ടോ? എത്ര വട്ടം ഇങ്ങനെ വഹി നിന്നിട്ടുണ്ട്? ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് ഭൂരിഭാഗം പണ്ഡിതന്മാരുടെയും അഭിപ്രായമായിട്ട് കാണുന്നത് 2 വട്ടം ഇങ്ങനെ വഹി നിന്നിട്ടുണ്ട് എന്നാണ്. ഏതാണ് രണ്ടാമത്തെ ഘട്ടം? ഒന്നിപ്പോൾ നമ്മൾ പറഞ്ഞു. രണ്ടാമത്തെ ഘട്ടം ഏതാണ്? സീറത്ത് ഇബ്നു ഹിഷാമിൽ പറയുന്നുണ്ട്. ഖാല ഇബ്നു ഇസ്ഹാഖ് എന്നവർ പറയുന്നു, സുമ്മ ഫത്തറൽ വഹ്യു അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫത്തറത്തൻ മിൻ ദാലിക ഹത്താ ശക്ക ദാലിക അലൈഹി ഫഅഹ്സനു. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹ്യ് നിന്നിട്ടുണ്ട് ദുഹാ സൂറത്ത് ഇറങ്ങുന്നതിൻ്റെ മുമ്പ്. റസൂലുള്ളാഹിക്ക് വല്ലാത്ത വിഷമമായി, ഫഅഹ്സനു വല്ലാതെ ദുഃഖിച്ചു. അങ്ങനെ ഫജാഅഹു ജിബ്രീൽ അലൈഹിസ്സലാം ബി സൂറത്തുൽ ദുഹ. അങ്ങനെയാണ് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം സൂറത്തുൽ ദുഹയുമായി കൊണ്ടുവരുന്നത്. ഇത് എത്ര കാലം ഇങ്ങനെ നിന്നു? സൂറത്തുൽ ദുഹയുടെ മുമ്പ് അൽ ബിദായത്ത് വൻ നിഹായയിൽ ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, സുമ്മ നസലത്ത് സൂറത്തുൽ ദുഹ. പിന്നെ ആ വഹി നിന്നതിന് ശേഷം ദുഹാ സൂറത്ത് ഇറങ്ങി. ബഅദ ഫത്രത്തിൻ ഉഖ്റ. അത് കാനത്ത് ലയാലിയ യസീറ. അത് കുറച്ച് ദിവസമേ ഉണ്ടായിട്ടുള്ളൂ. ചുരുക്കത്തിൽ റിസാലത്ത് നുബുവത്തും 2 ഘട്ടത്തിലാണ് ലഭിച്ചത് എന്ന അഭിപ്രായ പ്രകാരമാണ് ഇവിടെ 10 വർഷം മക്കയിൽ താമസിച്ചു എന്ന് പറഞ്ഞത്. മുദ്ദസ്സിറിന് ശേഷം റിസാലത്ത് അതിനോടുകൂടെയാണ് ലഭിക്കുന്നത്. അതിന് ശേഷമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരസ്യ പ്രബോധനത്തിറങ്ങി ഇറങ്ങിയത്. ആ ഇറങ്ങിയതിന് ശേഷമാണ് സഹാബാക്കളെ, അതിനു മുമ്പ് രഹസ്യമായിട്ട് പ്രബോധനം ചെയ്തിട്ടുണ്ട് എന്ന് അഭിപ്രായങ്ങളുണ്ട്. അപ്പോൾ നുബുവത്തിൻ്റെയും റിസാലത്തിൻ്റെയും പ്രകാശവുമായി അതിനോടുകൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുള്ള ഒരു ശരീര പ്രകൃതിയുടെ പ്രകാശവുമായി സഹാബാക്കളിലേക്ക്, ജനങ്ങളിലേക്ക് ഇറങ്ങി. ജനങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വീകരിച്ചു തുടങ്ങി. റസൂലുള്ളാഹിയെ സ്വീകരിച്ചു എന്ന് മാത്രമല്ല, അങ്ങേയറ്റം ഇഷ്ടപ്പെടാൻ തുടങ്ങി. റസൂലുള്ളാഹിനെ വല്ലാതെ ഇഷ്ടപ്പെട്ടു അവർ. നമ്മൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയണം, പറഞ്ഞുകൊണ്ടേയിരിക്കണം, വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടേയിരിക്കണം. അവിടെ നിന്നുള്ള ഇഷ്ക് നമുക്ക് ലഭിക്കണം. അവിടത്തോടുള്ള ഇഷ്ക്, അവിടത്തോടുള്ള മഹബത്ത്, അതിനോടുകൂടെ അവിടെ നിന്നുള്ള തൃപ്തി നമുക്ക് ലഭിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറയണം, റസൂലുള്ളാഹിനെ വല്ലാതെ ഇഷ്ടപ്പെടണം. ഇഷ്ടപ്പെട്ടവരെയും പറയുന്നവരെയും നാം ഇഷ്ടപ്പെടണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് പറയുന്നവരെ ഇഷ്ടപ്പെടുക, അതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തൃപ്തിക്കുള്ള വല്ലാത്തൊരു കാരണമാണ്. റഅയ്തു നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുന്നൊരു കിതാബ്, അതിലൊരു സംഭവം പറയുന്നുണ്ട്, ചെറിയൊരു സംഭവം. കാന ബഅദുൽ ഉലമാഇ ലാ യസ്തഫ്തദിഹു മജ്ലിസുഹു ഇല്ലാ ബി ഖസീദത്തി കഅബ് ബിൻ സുഹൈർ റളിയല്ലാഹു അൻഹു. ചില പണ്ഡിതന്മാർ അവർ എപ്പോൾ ഏത് മജ്ലിസ് തുടങ്ങുകയാണെങ്കിലും കഅബ് ബിൻ സുഹൈർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ആ റസൂലുള്ളാഹിയെക്കുറിച്ചുള്ള ആ മദ്ഹ് ഗാനം പറയാതെ ഒരിക്കലും, ആ മദ്ഹ് ഗീതം പാടാതെ ഒരിക്കലും മജ്ലിസ് ആരംഭിക്കുകയില്ല. എപ്പോഴും ഏത് മജ്ലിസ് തുടങ്ങുമ്പോഴും കഅബ് ബിൻ സുഹൈർ റളിയല്ലാഹു അൻഹുവിൻ്റെ മജ്ലിസ് ഖസീദയോടുകൂടെ തുടങ്ങുള്ളൂ. അപ്പോൾ അതിനെക്കുറിച്ച് ചോദിച്ചു. ഫഖീല ലഹു ഫീ ദാലിക, എന്താണ് നിങ്ങൾ അങ്ങനെ തുടങ്ങാനുള്ള കാരണം? അപ്പോൾ അവിടെ നിന്നൊരു പണ്ഡിതൻ പറഞ്ഞു, റഅയ്തു നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ മനാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഞാൻ മനാമിൽ കണ്ടു, സ്വപ്നത്തിൽ കണ്ടു. ഫഖുൽതു, ഞാൻ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ പ്രവാചകനെ, കഅബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ആ ഖസീദ അത് ഞാൻ അങ്ങയുടെ മുമ്പിൽ പാടട്ടെയോ? ഫഖാല നഅം,
അന ഒഹിബുഹ വഹിബു മൻ യൊഹിബുഹ. അതെ, ആ കസീദയെ ഞാൻ ഇഷ്ടപ്പെടുന്നു, ആ കസീദയെ ഇഷ്ടപ്പെടുന്നവരെയും ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന് മഹാനായിരിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നോട് പറഞ്ഞു. അപ്പോൾ റസൂലുള്ളാഹിയെ ഇഷ്ടം വെക്കുക, ഇഷ്ടം വെച്ചവരെ ഇഷ്ടം വെക്കുക, ഇഷ്ടം വെച്ചവർ പറഞ്ഞ വാക്കുകൾ പറയുക, ഇതൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുന്നതിൽപ്പെട്ടാണ്. ആ പണ്ഡിതൻ പറയുന്നു, ഫഅഅത്തുള്ള അന്നീല അഹ്ലു മിൻ ഖിറാഅത്തിയ കുല്ലയൗമിൻ. അതിൻ്റെ ശേഷം ഏത് സദസ്സ് തുടങ്ങുമ്പോഴും ആ കസീദ പാടാതെ ഞാനൊരു സദസ്സും ആരംഭിച്ചിട്ടില്ല. അള്ളാഹു അവിടുത്തെ ആശിഖീങ്ങളിൽ, അവിടുത്തെ മുഹിബ്ബീങ്ങളിൽ നമ്മൾ ഉൾപ്പെടുത്തട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.